നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കൊല്ലത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടരണോ എന്ന കാര്യത്തിൽ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്നാണ് IPL ചെയർമാൻ അരുൺ ധുവാൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഹിമാചൽ പ്രദേശിൽ നടന്ന ധരംശാലയിൽ നടന്ന പഞ്ചാബ് കിങ്സും അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ശേഷമാണ് ധുമാൽ പ്രസ്താവന പുറത്തിറക്കിയത്. ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തെ തുടർന്ന് സൈറൻ മുഴങ്ങിയതോടെ സ്റ്റേഡിയത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചു. ഇതോടെയാണ് മത്സരങ്ങൾ നിർത്തിവച്ചത്. നിലവിൽ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത് വരികയാണ്. സർക്കാരിൽ നിന്നും നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് അരുൺ ധുവാൽ ദേശീയ മാധ്യമങ്ങളിലടക്കം പറഞ്ഞിരിക്കുന്നത്. IPL തുടരണമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അധികം വൈകാതെ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയും പ്രതികരിച്ചത്. കളിക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല എന്നും രാജീവ് ശുക്ല പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ IPLൽ ശേഷിച്ച മത്സരങ്ങൾ മാറ്റിവെക്കുകയോ ടൂർണമെന്റ് ഉപേക്ഷിക്കുകയോ ചെയ്യാനാണ് സാധ്യത. സംഘർഷത്തിന് പിന്നാലെ രാജ്യത്തെ പല വിമാനത്താവളങ്ങളും അടച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വലിയൊരു കർശനമായ ഒരു ചെക്കിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇതും IPL മത്സരം തുടരുന്നതിന് ബുദ്ധിമുട്ടാകും. സുരക്ഷാ കാരണങ്ങളാൽ ടൂർണമെന്റ് താത്കാലികമായി നിർത്തിവെക്കാനുള്ള സാധ്യതയും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. വ്യാഴാഴ്ച പഞ്ചാബ് ഡൽഹി മത്സരം ഉപേക്ഷിച്ചതിന് പിന്നാലെ BCCI അടിയന്തര യോഗം ചേർന്നിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നുമാണ് IPL ചെയർമാൻ അരുൺ ധുവാൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. IPLലെ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പാതി വഴിയിലാണ് ഉപേക്ഷിച്ചത്. സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതിന് പിന്നാലെയാണ് മത്സരം ഉപേക്ഷിച്ചത് എന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണമെങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് മത്സരം റദ്ദാക്കിയതെന്നാണ് IPL ചെയർമാൻ അരുൺ ധുവാൽ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരത്തെ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയത്. വ്യോമതാവളങ്ങൾ, ജയ്സാമിർ സൈനിക ആസ്ഥാനം, ശ്രീനഗർ, ജമ്മു വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോണുകളും അതോടൊപ്പം തന്നെ 8 മിസൈലുകളും തൊടുത്തുവിട്ടു. ഇവയെല്ലാം ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം IPL നിർത്തിവെക്കുന്നതോടെ താരങ്ങളെല്ലാം വീട്ടിലേക്ക് മടങ്ങും. പാകിസ്ഥാൻ രാത്രി ഒരു 8:30-9 മണി ആ ഒരു സമയം ഇടയ്ക്കാണ് ആക്രമണത്തിന് ആയി എടുക്കുന്നത്. അതായത് ഒരു ഇരുട്ട് വീഴുന്ന സമയത്താണ് പാകിസ്ഥാനിൽ നിന്നും ഡ്രോണുകളും മിസൈലും ഒക്കെ നേരെ ഇന്ത്യയിലേക്ക് തൊടുത്തിവിടുന്നത്. ഇവർക്ക് ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം തകർക്കണം എന്ന രീതിയിലേക്കാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. കാരണം കുറച്ച് ദിവസമായി ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു. ഇന്നലെ തന്നെ കുറേ ഡ്രോണുകളും മിസൈലുകളും ഇട്ടു. നമ്മൾ S-400 സുദർശൻ ചക്ര ഉപയോഗിച്ചിട്ട് അതിനെ ശക്തമായ രീതിയിൽ ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നു. അപ്പാടെ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലം ആക്രമിച്ചു എന്ന് പറയാൻ ഒരു കാരണം വേണം. അതിനുവേണ്ടി വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രാജസ്ഥാനിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലും അടക്കം ഇന്ന് സൈറൺ മുഴങ്ങിയത്. അതീവ ജാഗ്രതയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയും നേവിയും കരാനാവിക വ്യോമ സംയുക്തമായാണ് എല്ലാം നിരീക്ഷിച്ചു വരുന്നത്. നേരത്തെ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും മത്സരം ഉപേക്ഷിച്ചതിന് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങിയ താരങ്ങളെയും അതായത് IPL ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും പ്രത്യേകം ട്രെയിനിലായിരുന്നു BCCI ധരംശാലയിൽ നിന്നും മാറ്റിയത്. അതേസമയം 58 മത്സരങ്ങൾക്ക് ശേഷമാണ് 2025 സീസൺ IPL നിർത്തിവെക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 12 മത്സരങ്ങളടക്കം ആകെ 16 കളികളാണ് ഇനി ലീഗിൽ അവശേഷിക്കുന്നത്. ഇത് പിന്നീട് നടത്തിയേക്കുമെന്ന സൂചനകളുണ്ട് എങ്കിലും വ്യക്തമല്ല. ഇക്കാര്യങ്ങളെല്ലാം BCCI തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ നിരവധി തവണ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പഹൽഗാമിലുള്ള 26 വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് ഭീകരർ കൊന്നപ്പോൾ മാധ്യമങ്ങൾ ഒരു കാര്യം വ്യക്തമായി ശ്രദ്ധിക്കണം: വ്യാജ വാർത്തകൾ പടച്ചുവിടരുതെന്ന്. കാരണം ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളാണ്, നിരപരാധികളായ 26 വിനോദസഞ്ചാരികളെയാണ് നിഷ്ഠൂരം കൊന്നത്. അതും നമുക്കറിയാം, മതം ചോദിച്ചിട്ടാണ് പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇതിലൊരു വലിയൊരു രീതി അവരെടുക്കും. അതായത് TRP റേറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വലിയ രീതിയിൽ TRP റേറ്റ് മടങ്ങാൻ വേണ്ടി 10 മടങ്ങ് വർദ്ധിക്കാൻ വേണ്ടി ഈ ഒരു ആക്രമണം അവർ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് തന്നെ പല രീതിയിലേക്ക് അവർ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓരോ വാർത്തകളും കർശനമായി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് അത് സ്ഥിരീകരണം ഉണ്ടാവുന്നത്. ജനങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റ് തന്നെ പരിശോധിച്ചാൽ നമ്പർ കിട്ടും. ആ നമ്പറിലേക്ക് ഈ വാർത്ത ശരിയാണോ അതോ വ്യാജമാണോ എന്ന് അതിലേക്ക് അയച്ചു കൊടുത്താൽ അവർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് തരുന്നതാണ്. കൂടാതെ ദേശീയ മാധ്യമങ്ങളടക്കം മലയാള മാധ്യമങ്ങളടക്കം വ്യാജ വാർത്തകൾ പടച്ചുവിടരുത് എന്ന് ഇന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വീണ്ടും കത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ദി വയർ എന്ന മാധ്യമ സ്ഥാപനം IT ആക്ട് പ്രകാരം അതിൻ്റെ ലൈസൻസ് തന്നെ റദ്ദാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. റിപ്പോർട്ടർ ചാനൽ തന്നെ ഇന്ന് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു. അവിടെയുള്ള റിപ്പോർട്ടർമാർ എന്ത് ചെയ്യുന്നു എന്നതാണ് വലിയൊരു അത്ഭുതം. കാരണം ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ വാർത്തകൾ അവർ പടച്ചുവിട്ട് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. TRP റേറ്റ് മാത്രമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ലക്ഷ്യം. കാരണം മുട്ടിൽ മനമുറി കേസിലെ പ്രതികൾ നടത്തുന്ന ചാനലായതുകൊണ്ട് എന്തായാലും സത്യസന്ധമായ വാർത്തയൊന്നും അവർ ബ്രേക്ക് ചെയ്യില്ല. അവർക്ക് TRP റേറ്റ്, അതാണ് അവരുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.